ഹലോ എവ്രിവൺ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ 4th പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്? ഒരു ഫംഗ്ഷൻ്റെ തൊട്ട് പിറകെ മറ്റൊരു ഫംഗ്ഷൻ ആക്ട് ചെയ്യുക, അതിനെയാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്നതുകൊണ്ട് ഈ ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ദ സക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് ഫങ്ഷൻസ്. ഒരു ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫംഗ്ഷൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ apply ചെയ്യും. Suppose there is a function f from set a to b, another function g from b to c. നമുക്കതൊരു ആരോ ഡയഗ്രാം വരച്ച് കാണിക്കാം. എങ്ങനെയാ ചെയ്യുക? a b c. f എന്നൊരു ഫംഗ്ഷൻ, g എന്നൊരു ഫംഗ്ഷൻ. f a എന്ന ഫംഗ്ഷനിൽ നിന്ന് a എന്ന സെറ്റിൽ നിന്നും b എന്ന സെറ്റിലേക്ക് f എന്നൊരു ഫംഗ്ഷൻ, b എന്ന സെറ്റിൽ നിന്ന് സിയിലേക്ക് g എന്നൊരു ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞു എക്സ് ആണ് നമ്മൾ ഡൊമെയിനിലെ എലമെൻ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ കോഡൊമെയിനിൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് കിട്ടിയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ബി എന്ന ഡൊമെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിയിൽ നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അടുത്ത ഫംഗ്ഷൻ ആക്ട് ചെയ്യുക. ഇവിടെ എക്സ് എന്നൊരു ഇൻപുട്ട് അല്ലേ, അത് എന്തായിട്ട് ആക്ട് ചെയ്തു? എക്സ് എന്നൊരു എലമെൻറ്റിൽ എഫ് എന്നൊരു ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ്. ഇനി ഈ എഫ് ഓഫ് എക്സ് ആണ് അടുത്തത് എന്ത്? ഇവിടെ ഡൊമെയിനിലെ എലമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോഡൊമെയിനിൽ എന്ത് കിട്ടും? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം നമുക്ക് എന്ത് പറയാം? എക്സിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിൻ്റെ ഇമേജ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് എക്സിൻ്റെ ഒരു ഇമേജ് എയിൽ നിന്നും സിയിലേക്കുണ്ട് എന്ന് നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ജി കോമ്പോസിഷൻ എഫ് എന്നാണ്. ഈ ഒരു സൈൻ നമ്മൾ പറയുന്നതാണ് കോമ്പോസിഷൻ. ഈ 0 എന്ന ഈ സൈൻ, ഇതിനെയാണ് നമ്മൾ കോമ്പോസിഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ F such that from set A to C. X എന്നൊരു എലമെൻ്റ് എടുത്താൽ സിയിൽ എന്തുണ്ട്? എക്സിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. അതാണ് എന്ത്? ജി കോമ്പോസിഷൻ എഫ്. ഇത് നിങ്ങൾ തെറ്റരുത്. ജി കോമ്പോസിഷൻ എഫിൽ ആദ്യം നമ്മൾ എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജി എന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഫങ്ഷൻസ് ആണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു. അതായത് ഒരു ഫങ്ഷൻ്റെ സക്സസീവായിട്ട് അടുത്ത ഫങ്ഷൻ ആക്ട് ചെയ്യുക. ദ സക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫങ്ഷൻ ടു എ വേരിയബിൾ, അതാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ. എന്താണ്? സക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് ഫങ്ഷൻ ടു എ വേരിയബിൾ. അതായത് ഒരു ഫംഗ്ഷൻ്റെ തൊട്ട് പിറകെ അടുത്ത ഫംഗ്ഷൻ ആക്ട് ചെയ്യുക ഒരു വേരിയബിളിൻ്റെ മുകളിൽ. ഇവിടെ എന്താണ്? നമുക്ക് എക്സ് ആണ് നമ്മുടെ വേരിയബിൾ, നമ്മുടെ എലമെൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതിൻ്റെ മുകളിൽ എഫ് എന്ന ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ്. അതിൻ്റെ മുകളിൽ വീണ്ടും ജി എന്നൊരു ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതിനെയാണ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എഫ് കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി ജി കോമ്പോസിഷൻ ജി എന്തായിരിക്കും? ജി ഓഫ് എക്സ് അല്ലേ? ഇനി എന്ത് ഒരു വാല്യൂ കൂടി ഉണ്ടാവും, എന്താണ്? എഫ് കോമ്പോസിഷൻ ജി എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇത്രയും റിസൾട്ട്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ ജി മീൻസ് ജി ഓഫ് എക്സ്. ഒന്നുമില്ല, ഈ കോമ്പോസിഷൻ റിമൂവ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഓർഡറിൽ വേണം ചെയ്യാൻ. ആദ്യം ജി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് ശേഷം വീണ്ടും ജി കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x - 4. ഫൈൻഡ് എഫ് ഓഫ് ജി ആൻഡ് ജി ഒ എഫ്. എക്സാമിന് സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. എന്തായാലും ഈ ടോപ്പിക്ക് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം. ഫൈൻഡ് എഫ് ഓഫ് ജി. എന്താണ് വരിക? എഫ് ഓഫ് ജി ഈസ് ഈക്വൽ ടു എന്താ നമുക്കറിയാം? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇതാണല്ലോ എഫ് ഓഫ് ജി. അപ്പോൾ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്?
3x minus 4 ആണല്ലോ. ഇനി എഫ് ഓഫ് എക്സ് എന്താണ് 2x plus 3. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഈ വാല്യൂ കൊടുക്കണം, which is equal to 2 into 3x minus 4 plus 3. അതാണല്ലോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 3x minus 4 എന്ന വാല്യൂ കൊടുത്തു. ഇനി എന്ത് കിട്ടും നമുക്ക്? which is equal to bracket remove ചെയ്താൽ 2 into 3 6x minus 2 into 4 8 plus 3 minus 8 plus 3 minus 5 which is equal to 6x minus 5. ഇതാണ് എന്ത്? f of g. ഇനി g of f എന്താണെന്ന് നോക്കാം. g of f is equal to g of f of x which is equal to g of f of x ന്റെ വാല്യൂ എന്താണ്? 2x plus 3. അത് നമ്മൾ അവിടെ എഴുതി. g of x ന്റെ വാല്യൂ എന്താണ്? 3x minus 4. x ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 2x plus 3. 3 into 2x plus 3 minus 4 which is equal to 6x plus 9 minus 4 which is equal to 6x plus 5. കിട്ടിയല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. f of x is equal to 8x cube. g of x is equal to x raised to 1 by 3. Find f of g and g of f. ആദ്യം നമുക്ക് എഫ് ഓഫ് ജി കാണാം. എന്താണ് എഫ് ഓഫ് ജി? എഫ് ഓഫ് ജി is equal to എഫ് ഓഫ് ജി ഓഫ് എക്സ് വിച്ച് is equal to എന്താണ് ഇവിടെ? എഫ് ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എക്സ് എന്താണ്? എക്സ് റേസ് ടു 1 by 3. എഫ് ഓഫ് എക്സ് റേസ് ടു 1 by 3 വിച്ച് is equal to എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പക്ഷെ നമുക്ക് എന്താണ്? 8x ക്യൂബ് ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് റേസ് ടു 1 by 3 കൊടുക്കണം. അപ്പോൾ 8x raised to 1 by 3 whole cube അങ്ങനെയല്ലേ വരിക? എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി? എക്സ് റേസ് ടു 1 by 3 കൊടുത്താൽ മതി. അപ്പോൾ എക്സ് റേസ് ടു 1 by 3 റേസ് ടു 3 എന്ന് വരും വിച്ച് is equal to 1 by 3 into 3. 3യും 3യും ക്യാൻസലായി അല്ലേ? അപ്പോൾ 8x is the answer. ഇനി നെക്സ്റ്റ് നോക്കാം. g of f is equal to g of f of x which is equal to g of f of x ന്റെ വാല്യൂ എന്താണ്? 8x ക്യൂബ്. g of x ന്റെ വാല്യൂ എന്താണ്? x raised to 1 by 3. x ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 8x ക്യൂബ്. 8x ക്യൂബ് raised to 1 by 3 whole raised to 1 by 3 ആണ് വരിക. നന്നായി ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? എക്സിൻ്റെ സ്ഥാനത്ത് 8x ക്യൂബ് കൊടുക്കണം. 8x ക്യൂബ് കൊടുത്തു, ബാക്കിയുള്ളത് അവിടെ എഴുതി 1 by 3 ഹോൾ റേസ് ടു 1 by 3. അപ്പോൾ 8ൻ്റെ ക്യൂബ് റൂട്ട് എന്ത് വരും? 2 വരും. എക്സ് റേസ് ടു 3 ഇൻറ്റു 1 by 3 എന്ത് വരും? എക്സ് വരും അല്ലേ? 2x. നിങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് ആൻസർ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. നമുക്ക് ആദ്യം എഫ് ഓഫ് ജി കാണാം. എഫ് ഓഫ് ജി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സൈൻ എക്സ്. ജി ഓഫ് എക്സ് എന്താണ്? സൈൻ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും? സൈൻ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇനി ജി ഓഫ് എഫ് എന്ത് വരും? ജി ഓഫ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് സ്ക്വയർ. ആക്ച്വൽ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? സൈൻ എക്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കൊടുത്താൽ മതി. സൈൻ എക്സ് സ്ക്വയർ അല്ലേ? ഡിഫറെൻ്റ് അല്ലേ? സൈൻ സ്ക്വയർ എക്സും സൈൻ എക്സ് സ്ക്വയറും ഡിഫറെൻ്റ് ആണ്. ഇതെന്താണ്? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ് സൈൻ സ്ക്വയർ എക്സ്. ഇതെന്താണ്? സൈൻ എക്സ് ഇൻറ്റു എക്സ് ആണ് 2x. അതാണ് ഇത് എക്സ് സ്ക്വയർ. കണ്ടോ? തെറ്റിപ്പോവരുത്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ലെറ്റ് ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് സെറ്റ് 2 3 4 5. ഡൊമൈനിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2 3 4 5. കോഡൊമൈൻ എന്താണ്? 3 4 5 9. ആൻഡ് ജി എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? സെറ്റ് 3 4 5 9. ഡൊമൈൻ എന്താണ്? ഡൊമൈൻ 3 4 5 9. കോഡൊമൈൻ എന്താണ്? 7
11, 15 എന്നീ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ്. ബി ഫങ്ഷൻസ് ഡിഫൈൻഡ് ആസ് ഫങ്ഷൻസ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. കുറച്ച് ഓർഡേർഡ് പെയേഴ്സ് ഉള്ള FG രണ്ട് ഫങ്ഷൻസ് തന്നിട്ട് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എങ്ങനെ ചെയ്യാം? നമുക്കൊരു ആരോ ഡയഗ്രാം വരയ്ക്കാം. അതല്ലേ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. ആരോ ഡയഗ്രാം വരച്ച് നോക്കൂ. ആദ്യം എന്താണ് എഫ് എന്ന ഫംഗ്ഷന്റെ ഡൊമെയിൻ വരയ്ക്കാം. 2, 3, 4, 5. കോഡൊമെയിൻ എന്ത് വരും? 3, 4, 5, 9. ഇനി ജി എന്ന ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എഫിന്റെ കോഡൊമെയിൻ ആണ്. അപ്പോൾ ജി എന്ന ഫംഗ്ഷന്റെ കോഡൊമെയിൻ ഇവിടെ വരച്ചാൽ മതി. 7, 11, 15. എന്താണ് ഫംഗ്ഷൻ? 2, 3. അപ്പോൾ 2ന്റെ ഇമേജ് 3, 3, 4, 3ന്റെ ഇമേജ് 4, 4, 5, 4ന്റെ ഇമേജ് 5, 5, 5, 5ന്റെ ഇമേജും 5 തന്നെ. ഇനി ജി എന്ന ഫംഗ്ഷൻ ഇതെന്താണ് ഫംഗ്ഷൻ? എഫ്. ഇനി ജി എന്ന ഫംഗ്ഷൻ ഫ്രം 3 to 7. 3ന്റെ ഇമേജ് ആണ് എന്ത്? 7. 4ന്റെ ഇമേജ് 7, 5ന്റെ ഇമേജ് 11, 9ന്റെ ഇമേജ് 11. ഇതാണ് എന്ത്? ജി എന്ന ഫംഗ്ഷൻ. ഫൈൻഡ് ജി ഓഫ് എഫ്. ജി ഓഫ് എഫ് എന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് ജി ഓഫ് എഫ് ഇതായിരിക്കും എന്ത്? ജി ഓഫ് എഫ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? എങ്ങനെയാണ്? ജി ഓഫ് എഫ് എന്ന് പറയുന്നത് ഏത് സെറ്റായിരിക്കും? 2ന്റെ ഇമേജ് 3, 3ന്റെ ഇമേജ് 7. അപ്പോൾ എന്താണ്? 2, 7. 2ന്റെ ഇമേജ് അല്ലേ ഇപ്പോൾ 7. ഇപ്പോൾ ഏതാണ് ഫസ്റ്റ് പെയർ? ഏതാണ്? 2, 7. ഇനി നെക്സ്റ്റ് 3ന്റെ ഇമേജ് 4, 4ന്റെ ഇമേജ് 7. അപ്പോൾ 3, 7 അതാണ് അടുത്ത പെയർ. ഇനി 4ന്റെ ഇമേജ് 5, 5ന്റെ ഇമേജ് 11. അപ്പോൾ അതാണ് അടുത്തത് 4, 11. 5ന്റെ ഇമേജ് 5, 5ന്റെ ഇമേജ് 11. അപ്പോൾ അതാണ് അടുത്തത് 5, 11. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാട്ടോ. ആദ്യം f(2) കണ്ടു. f(2) is equal to എന്താണ്? 3 അല്ലേ? അപ്പോൾ ഇനി എന്താ? g(3) എന്താണ്? g(3) എന്താണ്? 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് 2, 7. അങ്ങനെയും കാണാം നമുക്ക്. ഇതാണ് ഈസി മെത്തേഡ്. അതായത് ആരോ ഡയഗ്രാം വരയ്ക്കുക, എത്രയും പെട്ടെന്ന് നമുക്ക് വാല്യൂസ് കിട്ടും. ഇതാണ് ആൻസർ ജി ഓഫ് എഫ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്കിവിടെ ജി ഓഫ് എഫ് ഓഫ് 2 എന്താണെന്ന് പറയാം? 7. അതായത് ജി ഓഫ് എഫ് ഓഫ് 2 ഇവിടെ എന്ത് വന്നു? നമുക്ക് 7 എന്ന് കിട്ടിയല്ലേ? 2ന്റെ ഇമേജ് നമുക്ക് 7 എന്ന് കിട്ടി. ഇനി ജി ഓഫ് എഫ് ഓഫ് 3 എന്ത് കിട്ടും? ജി ഓഫ് എഫ് ഓഫ് 3 നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 7. 7 തന്നെയാണ് എന്ത്? 3യുടെ ഇമേജ് 4, 4ന്റെ ഇമേജ് 7. അപ്പോൾ അതും നമുക്ക് 7 കിട്ടി. അതുപോലെ ജി ഓഫ് എഫ് ഓഫ് 4 എന്താണ് നമ്മുടെ ആൻസർ? 11. ജി ഓഫ് എഫ് ഓഫ് 5 എന്താണ് നമ്മുടെ ആൻസർ? അതും 11 തന്നെ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് തന്നിട്ട് എഫ് എന്ന ഫംഗ്ഷനും ജി എന്ന ഫംഗ്ഷനും സെപ്പറേറ്റ് തന്നിട്ട് അതിൻ്റെ ഡൊമെയിനും കോഡൊമെയിനും തന്നിട്ട് നമ്മളോട് ആൻസർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ നോക്കൂ. ഈ ഒരു ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ് അല്ലേ? ഇത് ബോത്ത് 1, 1 ആൻഡ് ഓൺ 2 ഫംഗ്ഷനാണ്. എന്താണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത? എല്ലാ കോഡൊമെയിനിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ട്. പിന്നെന്താണ്? പ്രീ ഇമേജസ് യുണീക്കാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. എഫ് എന്ന ഫംഗ്ഷൻ ഇവിടെ എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഇനി നമുക്ക് ഈ ആരോ മാർക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 1, 2, 3 സെറ്റ് ബി, സെറ്റ് എ. നമുക്ക് ഈ ആരോ മാർക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഫ്രം എ ടു 1, ഫ്രം ബി ടു 3, ഫ്രം സി ടു 2. ഇങ്ങനൊരു ഫംഗ്ഷനെ നമുക്കപ്പോൾ എന്ത് വിളിക്കാം? എഫ് ഇൻവേഴ്സ് എന്ന് വിളിക്കാം. ഇങ്ങനൊരു ഫംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? എഫ് ഇൻവേഴ്സ് എന്ന് വിളിക്കാം. ഈ എഫ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ് ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷൻസിന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. എന്ത് ഫംഗ്ഷന്? ബൈജക്റ്റീവ് ഫംഗ്ഷന് മാത്രമേ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഉണ്ടാവുകയുള്ളൂ. ഇത് നന്നായി ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.
അവിടെ ഈ പ്രോപ്പർട്ടി വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ബൈജക്റ്റീവ് ഫംഗ്ഷന് മാത്രമേ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ ഫ്രം ബി ടു എ ആണെന്ന് പറയാം അല്ലേ? എഫ് എന്ന ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഫ്രം ബി ടു എ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ആ ഫംഗ്ഷൻ തീർച്ചയായും ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് ആരോ തിരിച്ചിടാൻ പറ്റുള്ളൂ അല്ലേ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമല്ലേ യുണീക്ക് പ്രീമേജ് ഉണ്ട്. പിന്നെ കോഡൊമെയിനിലെ പ്രീമേജ് ഇല്ലാത്ത ഒറ്റ എലമെൻ്റ് പോലും പാടില്ല. അങ്ങനെ ഒരു സെറ്റാണെങ്കിൽ മാത്രമല്ലേ നമുക്കതിനൊരു ഇൻവേഴ്സ് വരയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അതെന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയാം. പറഞ്ഞൂടെ? അതായത് എഫ് എന്ന ഫംഗ്ഷൻ എക്സ് എന്ന എലമെൻറ്റിനെ വൈ ആക്കുമ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താക്കും? വൈ എന്ന എലമെൻറ്റിനെ എക്സ് എന്നാക്കി മാറ്റും. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? എഫ് എ എന്നൊരു സെറ്റിലെ എക്സ് എലമെൻറ്റിനെ ബി എന്ന സെറ്റിലെ വൈ എലമെൻ്റ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് എന്ത് ചെയ്യും? വൈനെ എക്സ് ആക്കി മാറ്റും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ആയി മാറും. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ഫംഗ്ഷൻ നോക്കൂ. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എ ആണല്ലേ കിട്ടിയത് നമുക്ക്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൂടെ? അതുപോലെ എഫ് ഓഫ് 2 ഈക്വൽ ടു സി ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് സി ഇസ് ഈക്വൽ ടു 2 എന്ന് പറയാം. എഫ് ഓഫ് 3 ഈക്വൽ ടു ബി ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ? നമുക്ക് ഇങ്ങനെയും പറയാം. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നെ കിട്ടും അല്ലേ? ഇവിടെ കോമ്പോസിഷനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എഫ് എക്സിനെ വൈ ആക്കും, എഫ് ഇൻവേഴ്സ് വൈനെ എക്സ് ആക്കി മാറ്റും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആൻസർ എക്സ് തന്നെ കിട്ടും. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സും നമുക്ക് എന്ത് തന്നെ കിട്ടും? എക്സ് എന്ന് കിട്ടും. ഓക്കെ, എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എക്സും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും നമുക്ക് എന്ത് കിട്ടും? എക്സ് തന്നെ കിട്ടും. അതായത് എക്സിനെ വൈ ആക്കുമ്പോൾ ഇൻവേഴ്സ് എന്ത് ചെയ്യും? വൈനെ എക്സ് ആക്കി മാറ്റും. ഇനി ഒരു ഫംഗ്ഷൻ്റെ എലമെൻറ്റ് എക്സ്, അതിൻ്റെ ആൻസർ അതേ എലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ഫംഗ്ഷനാണ് എന്നാണ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്നത്. +1 നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ഫംഗ്ഷനെ നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കും അല്ലേ? അതായത് an ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൾവേസ് റിട്ടേൺസ് ഇറ്റ്സ് ഓൺ വാല്യൂ. അതിൻ്റെ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇഫ് a function returns its own value, that function is called identity function അല്ലേ? അപ്പം നമുക്കിത് ഈക്വൽ ടു ഐ ആണെന്ന് പറഞ്ഞൂടെ? എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞൂടെ? അപ്പം ഇതിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടിയും പറയാം. എന്ത് പറയാം? ഇഫ് എഫ് ഓഫ് ജി is equal to g of f is equal to identity function f is inverse of g or g is inverse of f എന്ന് പറഞ്ഞൂടെ നമുക്ക്? ഇവിടെ എഫും ജിയും എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. എഫിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ജി. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടുക അല്ലേ? എക്സ് വാല്യൂ ആണ് നമുക്ക് കിട്ടുക. എഫ് ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇതിന്ന് എന്ത് പറയാം? എഫും ജിയും ഇൻവേഴ്സ് ആണെന്ന് പറയാം. എക്സാമിന് നിങ്ങളോട് എങ്ങനെയാണ് ചോദിക്കുക? 2 ഫംഗ്ഷൻ തന്നിട്ട്
നിങ്ങളോട് പറയും പ്രൂവ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എഫും ജിയും ഇൻവേഴ്സ് ആണ്, രണ്ട് ഫംഗ്ഷനും ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, അത്രയും ചെയ്താൽ മതി. ഇനി നമ്മളിതൊരു ഗ്രാഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻസ്. എന്താണ് ഇവിടെ? ഐ എന്ന ഫംഗ്ഷൻ എന്താണ്? 45 ഡിഗ്രിയിൽ എക്സ് ആക്സിസിനായിട്ട് മേക്ക് ചെയ്യൂലേ, വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന വാല്യൂ അല്ലേ? വൈ ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ വരിക നമുക്കിവിടെ. അപ്പോൾ ഐ എന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ജി ഓഫ് എക്സിനും എഫ് ഓഫ് എക്സിനും ഒരു മിറർ പോലെ ആക്ട് ചെയ്യും. അതായത് ജി ഓഫ് എക്സിൻ്റെ റിഫ്ലക്ഷൻ ആണ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിൻ്റെ റിഫ്ലക്ഷൻ ആണ്, തിരിച്ചും പറയാം. ഓക്കെ, ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിൻ്റെ റിഫ്ലക്ഷൻ ആണ്, ഓർ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സിൻ്റെ റിഫ്ലക്ഷൻ ആണ് ബേസ്ഡ് ഓൺ ദ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഈ ഐ എന്ന 45 ഡിഗ്രിയിൽ എക്സ് ആക്സിസിനായി മേക്ക് ചെയ്യുന്ന ഈ ഫംഗ്ഷൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മിറർ പോലെ ആക്ട് ചെയ്യും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ആൻഡ് ജി ആർ ടു ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3, g of x is equal to x minus 3/2. Show that f and g are inverse of each other. എങ്ങനെയാ പറഞ്ഞത്? ഇൻവേഴ്സ് ആണ് എന്ന് കാണിക്കാൻ എന്താ നമ്മൾ വേണ്ടത്? എഫ് ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഐ എന്ന് കാണിക്കണം. എന്താണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എക്സ് എന്ന വാല്യൂ കൊടുത്താൽ എക്സ് തന്നെ റിട്ടേൺ ചെയ്യുക. അതായത് നമുക്കിവിടെ എന്ത് കാണിക്കണം? എഫ് ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടിയാൽ നമുക്ക് എന്തായി? എഫും ജിയും ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആയി. അത് നോക്കാം നമുക്ക്. എഫ് ഓഫ് ജി എന്താണ്? എഫ് ഓഫ് ജി എഫ് ഓഫ് ജി ഓഫ് എക്സ്. എന്താണ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ? എഫ് ഓഫ് എക്സ് മൈനസ് 3/2. ഇനി എഫ് ഓഫ് എക്സ് എന്താണ്? 2x + 3. 2 എക്സിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കണം അല്ലേ? /2 + 3. അപ്പോൾ 2ഉം 2ഉം ക്യാൻസലായി, which is equal to x minus 3 plus 3, which is equal to x എന്ന് കിട്ടി. ഇനി നമുക്ക് g of f നോക്കാം. g of f is equal to g of f of x, which is equal to g of എന്താണ് f of x ൻ്റെ വാല്യൂ? 2x plus 3, which is equal to g of x എന്താണ്? x minus അവിടെ ഈ 2x plus 3 minus 3/2. പ്ലസ് 3യും മൈനസ് 3യും ക്യാൻസലായി. 2x/2 which is equal to x. f of g is equal to g of f is equal to x. Therefore, f and g are inverse of each other. ഇങ്ങനെയാണ് രണ്ട് ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ് എന്ന് കാണിക്കുക. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഇസ് എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. ഡൊമെയിനും കോഡൊമെയിനും റിയൽ നമ്പേഴ്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ. ഫംഗ്ഷൻ എന്താണെന്ന് കാണിക്കണം? ഇൻവേർട്ടിബിൾ. എന്താണ് ഇൻവേർട്ടിബിൾ? എ ഫംഗ്ഷൻ ഹാവിങ് ഇൻവേഴ്സ് ഈസ് കോൾഡ് ഇൻവേർട്ടിബിൾ. ഇൻവേഴ്സ് ഉള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞു നമ്മൾ? ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണം നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് കാണിക്കണം? ഈ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണം. നമുക്ക് കാണിക്കാം. ആദ്യം 1 ആണെന്ന് കാണിക്കണം. എന്താണ് 1 ആണെന്ന് കാണിക്കാനുള്ള മെത്തേഡ്? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? എന്താണ് ഇവിടെ എഫ് ഓഫ് x1? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു 4x1 + 3. എഫ് ഓഫ് x2 ഇസ് ഈക്വൽ ടു 4x2 + 3. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് 4x1 + 3 is equal to 4x2 + 3. 3യും 3യും ക്യാൻസലായി. 4x1 is equal to 4x2. x1 is equal to x2. Therefore, the function is 1 function. ഇനി ഓൺ ടു ആണ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കണം. ഇംപ്ലൈസ്
4x plus 3 is equal to y. 4x is equal to y minus 3 implies x is equal to y minus 3 by 4. അപ്പോൾ എന്താണ് yക്ക് ഏത് വാല്യൂ കൊടുത്താലും x റിയൽ നമ്പർ ആണ് കിട്ടുക അല്ലേ? അതുകൊണ്ട് ഇതെന്താണ് ഓൺ ടു ഫംഗ്ഷൻ ആണ്. therefore the function is on to. അപ്പോൾ ഇതെന്താണ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. 1 ഫംഗ്ഷൻ ആണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്തുണ്ടാവും? ഇൻവേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് ഇൻവേഴ്സ് കാണാൻ ഈസി അല്ലേ? എന്താണ് ഇൻവേഴ്സ് കാണാൻ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുക. ഏത് മെത്തേഡ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന ഓൺ ടുവിന് യൂസ് ചെയ്ത സെയിം മെത്തേഡാണ് നമ്മൾ ഇൻവേഴ്സ് കാണാനും യൂസ് ചെയ്യുക. ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ് എന്ന് കാണിച്ചു. ഇനി നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ കാണാൻ ഞാൻ എന്താ പറഞ്ഞത്? ടു ഫംഗ്ഷൻ ആണെന്ന് യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? y മൈനസ് 3/4. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ പറഞ്ഞത്? ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എന്താവും? വൈനെ എക്സ് ആക്കിയാൽ മതി. വൈനെ എക്സ് ആക്കി മാറ്റിയാൽ കിട്ടുന്ന വാല്യൂ അതാണ് എന്ത്? എഫ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ കാണാനപ്പോൾ എളുപ്പമല്ലേ? ഓൺ ടു യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ കൊടുക്കുക, എക്സ് ഇൻ ടേംസ് ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് വൈൻ്റെ വാല്യൂ എന്താക്കി മാറ്റുക? എക്സ് ആക്കി മാറ്റുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇൻവേഴ്സ് കിട്ടും. ഇൻവേഴ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? എഫ് എന്ന ഫംഗ്ഷൻ എക്സിനെ വൈ ആക്കി മാറ്റുമ്പോൾ എഫ് ഇൻവേഴ്സ് വൈനെ തിരിച്ച് എക്സ് ആക്കി മാറ്റുന്നു. വൈ മാറ്റി ഇവിടെ എന്ത് കൊടുക്കുക? എക്സ് വാല്യൂ കൊടുക്കുക. y മൈനസ് 3/4 എന്നത് എക്സ് മൈനസ് 3/4 എന്ന് എഴുതി വെച്ചാൽ അതെന്തായി മാറി? എഫ് ഇൻവേഴ്സ് ആയി മാറി. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെ ചെയ്യാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x + 5 ബൈ എക്സ് മൈനസ് 6. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് വാല്യൂ കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x + 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? എക്സ് ഇൻ ടേംസ് ഓഫ് വൈ കണ്ടുപിടിക്കുക. 3x + 5 is equal to y into x minus 6 which is equal to yx minus 6y. ഇനി എക്സ് ടേംസ് ഒക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം, വൈ ടേംസ് ഒക്കെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താ? 3x മൈനസ് വൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 6y പ്ലസ് 5 റൈറ്റിലേക്ക് പോകുമ്പോൾ -5 എന്നായി. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും? 6y + 5 എന്ന് വരും അല്ലേ? ഇനി എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ഈ വാല്യൂ എന്തായി മാറി? 3 മൈനസ് വൈ ഇസ് ഈക്വൽ ടു -6y + 5. ഇനി ഇംപ്ലൈസ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ഇത് ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? 6y + 5 ഡിവൈഡഡ് ബൈ 3 - y എന്ന് മാറി. ഇനി നെഗറ്റീവ് സൈൻ കളയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ തിരിച്ചിട്ടാൽ മതി. 6y + 5 ഡിവൈഡഡ് ബൈ y - 3 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇൻ ടേംസ് ഓഫ് വൈ കിട്ടി. ഇനി എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താണെന്നാണ് പറഞ്ഞത്? വൈൻ്റെ വാല്യൂ എക്സ് ആക്കി കൊടുത്താൽ മതി. 6x + 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഇതാണ് എന്ത്? ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഇൻവേഴ്സ് എക്സ് എന്തായി മാറും? എക്സ് ഇൻ ടേംസ് ഓഫ് വൈ കാണുക. ആ വാല്യൂവിലെ വൈ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്താൽ മതി? എക്സ് ആക്കി മാറ്റിയാൽ എന്ത് കിട്ടി? നമുക്ക് ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ടോപ്പിക്ക് ബൈനറി ഓപ്പറേഷൻസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.